തലയിലെ പെയിൻ ജീവൻ പോലും അപകടത്തിലാക്കുമോ? ഒഡീഷയിലെ പുരിക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ളൊരു സംഭവമാണ് അടുത്തിടെ എല്ലാവരെയും ഞെട്ടിച്ചത്. 6ാം ക്ലാസ്സുകാരിയായ ലക്ഷ്മി പ്രിയയ്ക്ക് കുറച്ചു കാലമായി തലയിൽ കടുത്ത പെയിൻ ശല്യം ഉണ്ടായിരുന്നു. ആദ്യം ഇതൊരു ചെറിയ പ്രശ്നമായാണ് കുടുംബം കണ്ടത്. വീട്ടുവൈദ്യങ്ങളും എണ്ണകളും ഷാമ്പുകളും പരീക്ഷിച്ചെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്നതിനൊപ്പം അവസ്ഥ ഗുരുതരമായി. തലയിൽ അസഹ്യമായ ചൊറിച്ചിൽ, മുറിവുകൾ, ദുർഗന്ധം, ഒടുവിൽ രക്തം ഛർദ്ദിക്കുന്നതുവരെ കാര്യങ്ങൾ വഷളായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല. പെയിൻ ഒരു സാധാരണ പ്രശ്നം, പക്ഷേ അവഗണിച്ചാൽ അപകടമാണ്. പെയിൻ സാധാരണയായി ജീവന് നേരിട്ട് ഭീഷണിയൊന്നുമല്ല. ഇത് തലയോട്ടിയിലെ ചർമ്മത്തിൽ ജീവിച്ച് രക്തം കുടിക്കുന്ന ചെറിയ പരാന്നജീവികളാണ്. ഇവയുടെ പ്രധാന പ്രശ്നം ചൊറിച്ചിലും അസ്വസ്ഥതയുമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദീർഘകാലം ചികിത്സിക്കാതെ വിട്ടാൽ എന്തു സംഭവിക്കും? തുടർച്ചയായി തല ചൊറിയുന്നത് ചെറിയ മുറിവുകൾ സൃഷ്ടിക്കും. ഈ മുറിവുകൾ വഴി ബാക്ടീരിയ ശരീരത്തിലേക്ക് കടക്കാം. അണുബാധ ഗുരുതരമായാൽ അത് രക്തത്തിലേക്ക് പടർന്ന് സെപ്റ്റിസീമിയ എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്താം. ഇത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കുകയും ചികിത്സ വൈകിയാൽ ജീവൻ പോലും അപകടത്തിലാവുകയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഈ അവസ്ഥ ഗുരുതരമായത്? ഡെർമറ്റോളജി വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം പെയിൻ കാരണം ഉണ്ടാകുന്ന തുടർച്ചയായ ചൊറിച്ചിലാണ് പ്രധാന കാരണം. ഇത് തലയുടെ ചർമ്മത്തിൽ മുറിവുകൾ വർദ്ധിപ്പിക്കുകയും അതിലൂടെ ബാക്ടീരിയ വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ശരീര പ്രതിരോധ ശേഷി കുറവായിരിക്കുകയോ വിളർച്ച പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുകയോ ചെയ്താൽ അണുബാധ വേഗത്തിൽ രക്തത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടും. പെയിൻ സാധാരണ പ്രശ്നമാണെന്ന് കരുതി അവഗണിക്കരുത്. ചില ലക്ഷണങ്ങൾ കണ്ട് വൈകാതെ ഡോക്ടറെ സമീപിക്കുക. ശക്തമായ ചൊറിച്ചിൽ, കലയിൽ മുറിവുകൾ അല്ലെങ്കിൽ ചുവപ്പ്, ദുർഗന്ധം, പനി, അസാധാരണമായ ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കുട്ടികളിലാണ് പെയിൻ കൂടുതലായി കാണുന്നത്. സ്കൂളുകളിൽ അടുത്ത സമ്പർക്കം മൂലം ഇത് എളുപ്പത്തിൽ പകരും. അതുകൊണ്ട് ചെറിയ ലക്ഷണങ്ങൾ പോലും ഗൗരവമായി കാണണം. എളുപ്പത്തിൽ പാലിക്കാവുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, തലയണ കവറുകൾ എന്നിവ ചൂടുവെള്ളത്തിൽ കഴുകുക. ചീപ്പുകൾ, ടവലുകൾ, ഹെയർ ആക്സസറികൾ എന്നിവ പങ്കുവെക്കരുത്. വീട്ടിൽ ഒരാൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ എല്ലാവരും പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ഒരേ സമയം ചികിത്സ സ്വീകരിക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കരുത്. ചുരുക്കത്തിൽ, പെയിൻ ഒരു സാധാരണ പ്രശ്നമാണ്, പക്ഷേ അവഗണനയാണ് അതിനെ അപകടകരമാക്കുന്നത്. സമയത്ത് ചികിത്സിക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്ത ഇത്തരം ഗുരുതരമായ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. ചെറിയ പ്രശ്നങ്ങൾ പോലും എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് വലിയ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ആദ്യപടി. Stay healthy. Follow for more.